ചിലതൊക്കെ പടച്ചോന് കരുതലോടെ ചെയ്തു വെച്ചതാണല്ലേ. അതിലെ ഏറ്റവും വലിയൊരു കരുതല് കണ്ണുനീരിന് നിറം നൽകാതിരുന്നതായിരിക്കും. കാരണം കണ്ണുനീരിനൊരു നിറമുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര പേരുടെ സങ്കടം വായിച്ചേനെ. ഒരാൾ ചിരിച്ചുകൊണ്ട് നടന്നാലും അവന്റെ കണ്ണിന്റെ കോണിൽ ഉണങ്ങിയിരിക്കുന്ന നിറം കണ്ടാൽ അവൻ ഇന്നലെ രാത്രി തകർന്നു എന്ന് ലോകം മനസ്സിലാക്കിയേനെ. നമ്മൾ പലപ്പോഴും കരയുന്നത് വേദന കൊണ്ട് മാത്രമൊന്നുമല്ല, പറയാൻ ആരും ഇല്ലാത്തപ്പോൾ, മനസ്സിലാക്കാൻ ഒരാളില്ലാത്തപ്പോൾ മനസ്സ് നിറഞ്ഞ കവിഞ്ഞാൽ കണ്ണുകളാണ് സംസാരിക്കുന്നത്. അവിടെ വാക്കുകൾ പോലും തോറ്റുപോകും, ശബ്ദങ്ങൾ മങ്ങിപ്പോകും. പക്ഷെ കണ്ണുനീർ ഒരിക്കലും കള്ളം പറയില്ല. അതിനൊരു നിറമുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ രാത്രി തലയിണ നനച്ചുറങ്ങുന്നത് എത്ര പേരാണ്. നിന്റെ കണ്ണുകളിൽ നിറയുന്ന വെള്ളം ബലഹീനതയുടെ അടയാളമല്ല, അതൊരു മനസ്സിന്റെ സാക്ഷ്യമാണ്. നീ എത്ര അനുഭവിച്ചുവെന്ന്, നീ എത്ര അടക്കി വെച്ചുവെന്ന്, നീ എത്രയോ തവണ തകർന്നിട്ടും വീണ്ടും നിന്നുയർന്നു എന്ന് പറയുന്ന ഒരു നിശബ്ദ ഭാഷ. അതിനാൽ കരയേണ്ടി വന്നാൽ കരയൂ. ആരും കാണാതെ കരയേണ്ടി വന്നാലും അത് വെറുതെ ആകില്ല. നിറമില്ലാത്ത കണ്ണുനീര് പോലും നിന്റെ റബ്ബിന് മുന്നിൽ നിന്റെ ഹൃദയത്തിന്റെ മുഴുവൻ കഥയും പറയുന്നു. അതുകൊണ്ടാണ് ചിലതൊക്കെ പടച്ചോൻ കരുതലോടെ ചെയ്തു വെച്ചത്, കണ്ണുനീരിന് നിറം നൽകാതിരുന്നത് പോലെ.